അവസാനിപ്പിക്കുമ്പോ ഒരു കാര്യം കൂടി പറയുകയാണ്. ഇത് 2025 2021 ഡിസംബർ മാസം 9-ാം തീയതി നമ്മൾ ഇതുപോലെ ഈ കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. അന്നും നമ്മളെ വിളിച്ചത് അഭിമന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇതുപോലെ ലക്ഷങ്ങൾ അന്നും പങ്കെടുത്തിരുന്നു. അന്ന് പിടിച്ചതും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ പച്ച പതാകയാണ്. അന്ന് നമ്മൾ വിളിച്ചതും വഖഫ് സംരക്ഷിക്കുമെന്നാണ്. അന്ന് ലീഗ് പറഞ്ഞതും വഖഫ് സംരക്ഷിക്കുമെന്നാണ്. ഇന്ന് കാവിക്കരങ്ങളാണ് വഖഫിലേക്ക് വരുന്നതെങ്കിൽ 2021 ഡിസംബർ മാസം 9-ന് ഇതേ കടപ്പുറത്ത് ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരെ അണിനിരത്തി നമ്മൾ വഖഫ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ ചുവന്ന കൈകളാണ് അന്ന് വഖഫിന് നേരെ വന്നത്. ഇന്ന് നരേന്ദ്രമോദിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ 2021 സഖാവ് പിണറായി വിജയനാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇന്ന് കിരൺ ഗെജുവാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ അന്ന് കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രി വി അബ്ദുറഹ്മാനാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ആര് തന്നെ ഈ സമുദായത്തിന്റെ സ്വത്തുക്കൾ കവർന്നെടുക്കാൻ വന്നാലും, ഈ സമുദായത്തെ ഒറ്റപ്പെടുത്താൻ വന്നാലും, അത് പിണറായി ആയാലും, അത് മോഡി ആയാലും, അത് കിരൺ ഗെജു ആയാലും, അത് വി അബ്ദുറഹ്മാൻ ആയാലും, ഈ സമുദായത്തിന്റെ പരിചയ കെട്ടിക്കാക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരുണ്ട് എന്നതും അഭിമന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വിളിയാളം കെട്ടുവന്ന ഈ ലക്ഷ്യങ്ങൾ ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തുകയാണ്.